കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ കേരളത്തിൽ നടന്നിട്ടുള്ള രണ്ട് സംഭവങ്ങളാണ്. അതും പ്രധാനപ്പെട്ട BJPയുടെ നേതാക്കന്മാരായിരുന്നു. ഒന്ന് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഒരു ശ്രീകുമാർ എന്ന് പറയുന്ന BJPയുടെ ഒരു നേതാവ് സ്വന്തം ഭാര്യനെ ചുമ്മാ തമാശയ്ക്ക് മുടിക്ക് കുത്തിപ്പിടിച്ച് കറക്കി ഒരൊറ്റയടി നിലത്ത് കൊടുത്തു. പിന്നെ ദേഹോപദ്രവമൊക്കെ ഏൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ തന്നെ, അതായത് ഈ ശ്രീകുമാറിന്റെ ഭാര്യ തന്നെ വന്നിട്ട് പോലീസിൽ വന്ന് കംപ്ലൈന്റ് ചെയ്തപ്പോൾ പോലീസുകാർ അത് കൃത്യമായിട്ട് എടുക്കാൻ തയ്യാറായില്ല. എന്ന് മാത്രമല്ല BJPയുടെ പല പ്രവർത്തകരും ഈ സഹോദരിയെ വിളിച്ചിട്ട് വളരെ മോശമായ രീതിയിലുള്ള വാക്കുകളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരൊരു പരാതി കൊടുത്തത്. അപ്പൊ ഇപ്പൊ എന്താണെങ്കിലും ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സ്ഥാനം, അതായത് ഇവനെന്തോ കൊണാണ്ടറാണ്, എന്തോ സെക്രട്ടറിയോ പ്രസിഡന്റൊക്കെ ആണ് ഈ തൃശ്ശൂർ ജില്ലയില്, അത് രാജിവെച്ചു എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ BJPയുടെ കരുത്തുറ്റ സാരഥി, അതായത് സ്വയം സേവ സംഘകനാണ്, സുഗതൻ എന്നാണ് പേര്. നല്ല വ്യക്തിയാണ് കേട്ടോ, നല്ല വ്യക്തിത്വമാണ്. കാരണം ഒരു കറപ്ഷനും ഇല്ലാത്ത ഒരാളാണ്. ഒരു 17 കേസ് അങ്ങാണ്ടേ ഉള്ളൂ, കാപ്പ കേസിൽ പ്രതിയാണ്. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തിട്ടുള്ള, രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ നാടിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള, ജനങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഈ സാധുവായിട്ടുള്ള ഈ സുഗതൻ എന്ന് പറയുന്ന ഈ പാവം പിടിച്ചവനെ നമ്മുടെ കേരള പോലീസിലെ 2-3 ഉദ്യോഗസ്ഥന്മാർ കള്ളക്കേസിൽ കുടുക്കിയിട്ട് ഈ പാവത്തിനെ പാകത്തിട്ടിരിക്കുക. കാരണം ഇപ്പം ഈ ഇലക്ഷൻ കഴിഞ്ഞ് പുള്ളി ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഈ ഒരു സമയത്താണ് ഈ പാവത്തിനെ ഇപ്പം പൂജപ്പുര ജയിലിൽ ഇട്ടിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്തരം പീഡന കഥകളാണ് ഇപ്പം ഈ പുതിയ സർക്കാർ ഭരണത്തിൽ വന്നപ്പോഴത്തേക്ക് BJPയും RSSനെയും സംഘപരിവാറിന്റെ നേതാക്കന്മാരെയൊക്കെ എടുത്തിട്ട് അങ്ങ് പെരുമാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പം BJPയുടെ പല നേതാക്കന്മാരും പങ്കുവെക്കുന്നത്. സത്യത്തിൽ ഇത് അന്യായമല്ലേ ഈ കാണിക്കുന്നത്? കാരണം ഇവരൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്തവരാണോ? ഇവരൊക്കെ പാവങ്ങളല്ലേ? ഇവരൊന്നും ഒന്നും ചെയ്യാൻ പാടില്ല, ഇവരൊന്നും ആരും നമ്മളൊന്നും പറയാൻ പാടില്ല. നമ്മുടെ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ ഗുണമുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ ഈ മലഞ്ജീവി ഉണ്ടല്ലോ, നമ്മുടെ വിസർജനം ചാനലിനകത്ത് നമ്മുടെ മലൻ നമ്പ്യാരും കുറെ കീടാണുക്കളും എല്ലാം കൂടെ ഇപ്പൊ ഈ അടുപ്പ് കൂട്ടി ചർച്ച ചെയ്യാം. അതായത് തുപ്പൽ ജിഹാദ്, ലവ് ജിഹാദ്, ഫർദ ജിഹാദ്, ജീൻസ് ജിഹാദ്, സിനിമ ജിഹാദ്, എവിടെ നോക്കിയാലും ഈ ജിഹാദിന്റെ കഥ മാത്രമേ ഉള്ളൂ ഈ വേട്ടാവളിയന്മാർക്ക് സംസാരിക്കാൻ. ഇതുപോലെ രാജ്യത്തിന് നാടിന് ഗുണമുള്ള ആൾക്കാരുടെയൊക്കെ വാർത്ത വരുമ്പം അതെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ? നമുക്ക് എന്തായാലും 2 വീഡിയോ ഒന്ന് കാണാം. നമ്മുടെ അൻസാരി ഉസ്താദ് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്, അതും കൂടെ ഒന്ന് കേൾക്കാം. ഭാര്യ മർദ്ദിച്ച കേസിനെ തുടർന്ന് BJP സൗത്ത് ജില്ലാ അധ്യക്ഷൻ AR ശ്രീകുമാർ രാജിവെച്ചു. BJP സംസ്ഥാന അധ്യക്ഷനാണ് രാജിക്കത്ത് അയച്ചത്. ഭാര്യയുടെ പരാതിയിൽ മതിലകം പോലീസ് ശ്രീകുമാറിനെതിരെ കേസെടുത്തിരുന്നു. നടരാജ് പരശുരാം വിവരങ്ങൾ നൽകും. നടരാജ്, അപ്പോൾ ഭാര്യ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് പിന്നീട് നിരവധി വിവാദങ്ങളായ സംഭവങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഒരു ഗുണ്ടയൊക്കെ വിട്ട് ഭാര്യയെ ഭീഷണിപ്പെടുത്തി എന്നതടക്കമുള്ള പരാതികൾ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നൊക്കെയാണ് ഇപ്പോൾ രാജി. അങ്ങനെയാണ്. അതായത് മുമ്പില്ലാത്ത വിധമുള്ള, അതായത് സങ്കല്പിക്കാൻ കഴിയാത്ത പീഡനം ഭർത്താവിൽ നിന്നുണ്ടായി എന്ന് ഭാര്യ നേരത്തെ പ്രിയങ്ക പരാതി നൽകിയിരുന്നു. ഈ പരാതിക്ക് ശേഷം അവരുടെ മൊഴിയെടുത്ത ശേഷം പോലീസ് കേസെടുത്തിരുന്നു. കേസെടുത്തതിന് ശേഷവും തന്നെ ഭീഷണിപ്പെടുത്തുന്നതായി പ്രിയങ്ക പരാതിപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഗുണ്ടാ നേതാവ് അവരുടെ വീട്ടിലെത്തുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ നൽകിയതാണ്. ഈ സംഭവത്തിലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിൽ 2ാം പ്രതിയായി ശ്രീകുമാറിനെയും ചേർത്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലൊക്കെ തന്നെ ഗത്യന്തരമില്ലാതെയാണ് തന്റെ പാർട്ടി സ്ഥാനം ശ്രീകുമാർ രാജിവെച്ചിരിക്കുന്നത് പറയാം. ഒരു പൊതുപ്രവർത്തകൻ സമൂഹത്തിന് മാതൃകയാവണമെന്ന് വിശ്വസിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ വളരെ മോശമായി പെരുമാറിയതായി അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ വരികയും പരാതി നൽകുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ BJPക്ക് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടാക്കിയ ഒരു കേസ് കൂടിയായിരുന്നു. കാരണം ഒരു പാർട്ടി അംഗം അല്ല കേസിൽപ്പെട്ടിരിക്കുന്നു. പാർട്ടിയുടെ സൗത്ത് ജില്ലാ അധ്യക്ഷൻ തന്നെ ഇത്തരത്തിലൊരു കേസിൽ ഭാര്യയുടെ ആരോപണങ്ങൾക്ക് വിധേയനായി നിൽക്കുമ്പോൾ BJP വലിയ രീതിയിൽ പ്രതിരോധത്തിലാവുന്നതും BJP നേതാക്കൾക്ക് പ്രത്യേകിച്ച് സംസ്ഥാന നേതൃത്വത്തിന് ഒരു മറുപടിയില്ലാത്ത സ്ഥിതിയും നമ്മൾ കണ്ടിരുന്നതാണ്. ഒടുവിൽ അദ്ദേഹം തന്റെ സ്ഥാനം ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ്. ഇതിൽ പറയുന്നത് വ്യക്തിപരമായ വിഷയങ്ങൾ പെരുപ്പിച്ചു കാണിച്ചുവെന്നും ഇല്ലാത്ത ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിലും മറ്റും പ്രചരിപ്പിച്ചുവെന്നും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അതുകൊണ്ട് രാജിവെക്കുന്നു രാജിക്കത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചതായി കാണുന്നത്. എന്തായാലും ഗത്യന്തരമില്ലാതെയാണ് രാജിവെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. കേസിൽ മതിലകം പോലീസിന്റെ നടപടികൾ തുടരുക. പാവം നാടിനെ സേവിക്കാൻ ഇറങ്ങിയിട്ടുള്ള ഒരു പാവത്തിനെ ഇങ്ങനെ ഇട്ടുകൊണ്ട് പീഡിപ്പിക്കാൻ കൊള്ളാവോ? നാട്ടുകാർക്കൊക്കെ എന്ത് ഗുണം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണെന്ന് ഇവരൊക്കെ. അപ്പൊ നമ്മുടെ മലഞ്ജീവിയിലെ ഏറ്റവും ലേറ്റസ്റ്റ് വാർത്ത കൂടെ ഒന്ന് കേൾക്കട്ടെ, എന്നാലല്ലേ ഈ ഒരു വീഡിയോ ഒന്ന് പൂർണ്ണമാകത്തുള്ളൂ. കണ്ടോളൂ. രാവിലെ തന്നെ കുത്തിത്തിരിപ്പാട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. എന്താ സംഭവം? ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തെ സംഘപരിവാർ എന്തിനാണ് ഭയക്കുന്നത്? അത് വർഷങ്ങളായിട്ട് നമ്മളെല്ലാം പഠിക്കുന്ന ഒരു കാര്യമാണ്. അത് 7ാം ക്ലാസ്സിൽ തറവായി പഠിക്കുന്നത് കൊണ്ടാണ് അത് 9ാം ക്ലാസ്സിൽ നിന്ന് മാറ്റിയത്. പിന്നെ ഇവര് പറയുന്നൊരു കാര്യം, മുഗളന്മാരെ പറ്റി കാര്യമായിട്ട് പഠിപ്പിക്കുന്നില്ല. മുഗളന്മാരെ പറ്റി എന്താണ് പോസിറ്റീവായിട്ട് പഠിക്കാനുള്ളത് എന്നുള്ളതാണ്. കാരണം മുഗളന്മാരെന്ന് പറയുന്നത് ബേസിക്കലി അവർ കൊള്ളക്കാരാണ്, നമ്മുടെ രാജ്യത്തെ കൊള്ളയടിക്കാൻ വന്നതാണ്. അത് ബാബർ ആണെങ്കിലും ശരി, അക്ബർ ആണെങ്കിലും ശരി, ഏത് ഔറംഗസേബ് ആണെങ്കിലും ശരി, മുഗളന്മാർ നമ്മുടെ രാജ്യത്തേക്ക് വന്നത് നമ്മുടെ രാജ്യത്തെ കൊള്ളയടിക്കാൻ വേണ്ടി മാത്രമാണ്. മറ്റൊരു ഉദ്ദേശമില്ല. നമ്മുടെ രാജ്യത്തിന് ഒരു നേട്ടം ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ, ശരി, നമുക്ക് ജമിനിയോട് ചോദിച്ചു നോക്കാം. ജമിനി ചേച്ചി, മുഗളന്മാർ നമ്മുടെ രാജ്യത്ത് വന്നിട്ട് നമ്മുടെ രാജ്യത്തെ കൊള്ളയടിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്? അല്ല,
മുഗളന്മാർ ഇന്ത്യയിലേക്ക് വന്നത് കേവലം കൊള്ളയടിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല. അവരിവിടെ ഒരു വലിയ സാമ്രാജ്യം സ്ഥാപിക്കുകയും നൂറ്റാണ്ടുകളോളം രാജ്യം ഭരിക്കുകയും ചെയ്തു. അവരുടെ ഭരണകാലത്ത് ഇന്ത്യയുടെ സംസ്കാരം, കല, വാസ്തുവിദ്യ എന്നിവയിൽ വലിയ മാറ്റങ്ങൾ വന്നു. താജ്മഹൽ പോലെയുള്ള അത്ഭുതങ്ങളും മികച്ച ഭരണ സംവിധാനങ്ങളും അവരുടെ സംഭാവനകളാണ്. തീർച്ചയായും അവരുടെ ഭരണത്തിൽ പല സംഘർഷങ്ങളും വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവരെ ഒറ്റവാക്കിൽ കൊള്ളക്കാരായി മുദ്രകുത്തുന്നത് ശരിയല്ല. അപ്പോൾ നമ്മുടെ ജമിനി ചേച്ചിയൊക്കെ പറഞ്ഞു നമ്മുടെ രാജ്യത്തിന്റെ യശസ് ഉയർത്തുന്നതിൽ വലിയ പങ്ക് മുഗളന്മാർ വഹിച്ചിട്ടുണ്ട്, അവർ കേവലം കൊള്ളയടിക്കാർ മാത്രമാണെന്ന് പറയാൻ പാടില്ലെന്ന്. താജ്മഹലും കുത്തുബ് മിനാറും അടക്കമുള്ള സംസ്കൃതികൾ അവരുടെ കാലഘട്ടത്തിലാണ് വന്നതെന്നും പറഞ്ഞു. പക്ഷേ എന്ത് താജ്മഹൽ, എന്ത് കുത്തുബ് മിനാർ, എന്തുണ്ടാക്കിയൊരു കാര്യമില്ല. അതേ സമയത്ത് നമ്മൾ ചില കണ്ടുപിടുത്തങ്ങൾ, നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരം പൈതൃകം ഉയർത്താൻ വേണ്ടി നമ്മൾ ചില സാധനം ഇറക്കിയിട്ടുണ്ട്. അത് ഒരൊറ്റ ഷാജഹാനും ഒരു കുത്തുബുദ്ദീൻ ഐബക്കും ഒരാൾക്കും അത്രയും അതിനോട് കിടപിടിക്കാൻ പറ്റത്തില്ല. ഇതേ കണ്ടു നോക്ക്. ആ 2 കൈ കൊണ്ട് വാങ്ങ്. കൈ നിറയെ ഫുഡ് തരാം, കവിളിലൊരുമ്മ തരാം, ചേട്ടന് കവിളിലൊരുമ്മ തരാം. മേടിച്ചോ, 2 കൈ കൊണ്ട് മേടിച്ചോ. ആ ഒരു ഉടയരുത്, തകർന്നു പോകരുത്, ഉടയാതെ 2 കൈ നീട്ടി തങ്കഭസ്മം മേടിക്കുന്ന പോലെ അതേ ബഹുമാന പുരസ്സരം മേടിക്കുക. കൈ നിറയെ ഫുഡ് തരാം, കവിളിലൊരുമ്മ തരാം. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ കൊണ്ടുവന്ന സംസ്കൃതി. അവർ കൊണ്ടുവന്ന താജ്മഹാളും കുത്തുബ് മിനാറൊക്കെ എന്തിനു കൊള്ള. ഇത് മേടി കൈ നിറയെ. സുമേഷേ കറക്കട സുമേഷേ കറക്ക്, നന്നായിട്ട് കറക്ക്, നല്ല സ്പീഡിന് പോളൂ. ഫസ്റ്റ് സെക്കൻഡിൽ കറക്കടാ. എന്താ പറയല്ലേ, യവന്മാരുടെ തലയ്ക്കകത്ത് ചാണകമൊന്നും അല്ലെന്നേ, വേറെന്തോ മുന്തിയ ഐറ്റം സാധനങ്ങളായിരിക്കുന്നത്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദെ, ഇത് ഇങ്ങനെ വേണം മറുപടി കൊടുക്കാനായിട്ട്. സത്യത്തിൽ നേരം വെളുക്കുമ്പോഴത്തേക്ക് ഈ സെപ്റ്റി ടാങ്കിനകത്ത് കയറിയിരുന്ന് ഈ മാലിന്യങ്ങളെല്ലാം കൂടി ഇരുന്ന് കൊണയടിക്കുന്നത് അല്ലെങ്കിൽ കുരയ്ക്കുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേക സമുദായത്തെക്കുറിച്ചാണ്. 800 വർഷത്തോളം മുഗളന്മാർ നമ്മുടെ രാജ്യം ഭരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്, അല്ലേ, രേഖപ്പെടുത്തുന്നത്. രാജ്യത്തിന് ഒരുപാട് സംഭാവനകൾ നൽകി. ഏതാണ്ട് 100 വർഷത്തോളം നമ്മളെ ബ്രിട്ടീഷുകാർ ഭരിച്ചിട്ടുണ്ട്. ആ 100 വർഷം ബ്രിട്ടീഷുകാർ ഭരിച്ചപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വത്തുക്കൾ കവർന്നെടുത്ത് മോഷ്ടിച്ചുകൊണ്ട് പോയി നമ്മുടെ രാജ്യത്തിൻ്റെ പൗരന്മാരെ കൊന്നൊടുക്കി ഈ രാജ്യത്ത് വർഗീയതയുടെ വിത്ത് പാകി ജാതിയും മതവും തിരിച്ച് ഇപ്പോഴും അതിൻ്റെ ഒരു പൗഷത്താണ് നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ചിട്ടൊന്നും ഇവർക്ക് പറയാൻ പറ്റില്ല. മുഗളന്മാർ നമ്മുടെ നാട് ഭരിച്ചതാണ്, നമ്മുടെ നാട്ടിൽ നിന്നെല്ലാം ഇവർ അപഹരിച്ചുകൊണ്ട് പോയെന്നാണ് പറയുന്നത്. 800 വർഷം മുഗളന്മാർ നമ്മുടെ രാജ്യം ഭരിച്ചിട്ടും ഈ രാജ്യം ഇപ്പോഴും ഭൂരിപക്ഷം വരുന്നത് ഹൈന്ദവ സഹോദരങ്ങൾ തന്നെയാണ്. കാരണം അവർ അന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാഷ്ട്രം ഇന്ത്യയായി മാറിയാനായിരുന്നു. അന്ന് പോലും അവരത് ചെയ്തില്ല. ഇന്ത്യയുടെ പൈതൃകം എന്താണോ, ഇന്ത്യയുടെ സംസ്കാരം എന്തായിരുന്നോ അതിന് ഊന്നൽ നൽകിക്കൊണ്ട് പല ഈ മുഗൾ രാജാക്കന്മാരുടെയും മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത് ഹൈന്ദവ സഹോദരങ്ങളും ഹൈന്ദവ വിശ്വാസങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയായിരുന്നു. ഇപ്പം ടിപ്പു സുൽത്താനെ കുറിച്ചിട്ടൊക്കെ വാർത്തകളൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. ഈ മാറുമറക്കുക എന്നുള്ളൊരു സംഭവം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആരായിരുന്നു? നമ്മുടെ ടിപ്പു സുൽത്താൻ തന്നെയായിരുന്നു. ടിപ്പു സുൽത്താൻ വരുന്ന സമയത്ത് മാറുമറക്കാത്ത സ്ത്രീകളെ കണ്ടപ്പോൾ എൻ്റെ രാജ്യത്ത് ഇതുപോലുള്ള ഒരാളെയും കണ്ടുപോകരുത് എന്ന് അന്നത്തെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ഈ ചെറിയ ചെറിയ ഭാഗങ്ങളായി ഭരിച്ചുകൊണ്ടിരുന്ന രാജാക്കന്മാർക്ക് മുന്നറിയിപ്പ് കൊടുത്തൊരു മനുഷ്യനാണ്. ധീരനാണ് അദ്ദേഹം ബ്രിട്ടീഷുകാരോട് നേർക്കുനേർ പോരാടി വീരമൃത്യു മരിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തെ കുറിച്ചിട്ടൊക്കെ സംഖ്യകൾ വന്നിരുന്നുണ്ട്. ഇവിടുത്തെ ഔറംഗസീബിനെയും അല്ലെങ്കിൽ അക്ബറിനെയും ബാബറിനെയും ഷാജഹാനെ കുറിച്ചിട്ടൊക്കെ ഒരു തേങ്ങ അറിയാതെ വന്നിരുന്നുണ്ട്. ഇങ്ങനെ ഇരുന്നുണ്ട് ഈ തെരുവ് പട്ടി ഓരയിടുന്ന കണക്ക് ഈ മറ്റിടത്തെ ചാനലിനകത്ത് കയറുന്നുണ്ട് കുരയ്ക്കുമ്പോണ്ടല്ലോ. ജനങ്ങൾ അത്രത്തോളം വിഡ്ഢികളല്ല എന്നുള്ളതൊന്നും മനസ്സിലാക്കുക. സ്വയം വിഡ്ഢികളാകുന്ന നിന്നേക്ക ഇനി നമ്മൾ എന്താ പറയേണ്ടതല്ലേ. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ ഉസ്താദ് കൊടുത്ത മറുപടി മാസല്ലേ. ഇതാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന പുരോഗതികളും സംഖ്യകൾ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്ന മാറ്റങ്ങളൊക്കെ ഇതാണ്. ഒരു കോണകസ്വാമി തുണി പോലും ഇല്ലാതെ ഓടി നടന്ന് പിള്ളേർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ മുമ്പിൽ വന്നിരുന്ന് നിൽക്കുമ്പോഴത്തേക്കുള്ളൂ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുക. കണ്ടില്ലേ കയ്യിൽ വാങ്ങിക്കുന്നതൊക്കെ. ഇതൊക്കെയാണ് യവന്മാരുടെ പുതിയ കണ്ടുപിടുത്തങ്ങളും ഇവരുടെ പുതിയ ഡെവലപ്മെൻറ്റുകളും. നമ്മുടെ ടെക്നോളജി വളർന്നതൊക്കെ കണ്ടല്ലോ അല്ലേ. ഇതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.